മെക്കാനിക് ടോക്ക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു ബ്രേക്ക് ഓയിൽ ഡാമേജ് ആയിട്ടുള്ള വണ്ടിയെ കുറിച്ചുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ആ ബ്രേക്ക് ഓയിൽ ആദ്യം കാണാം. ഇതാണ് ആ ബ്രേക്ക് ഓയിൽ. ഏകദേശം ഭയങ്കര കറുപ്പ് പോലത്തെ ബ്രേക്ക് ഓയിലാണ് സംഭവം. നമുക്കതെ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഇത് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സിമ്പിളായിട്ട് നമുക്കത് ബ്രേക്ക് ചവിട്ടി പിടിക്കാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാം. അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ അതിന്റെ പ്രക്രിയയിലേക്ക് നമുക്ക് വേണ്ടത് വെച്ചാൽ നമുക്ക് വേണ്ടത് ഒരു സിറിഞ്ചാണ്. ഈ സിറിഞ്ച് ഉപയോഗിക്കുക ഏറ്റവും സിമ്പിൾ സിറിഞ്ചാണ്. പിന്നെ ഇതുപോലുള്ള എയർ പമ്പുകൾ ഉപയോഗിച്ചാൽ നമുക്ക് അത് ഓയിൽ നമുക്ക് വലിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിളായ സംഭവം ഈ സിറിഞ്ചാണ്. ഈ സിറിഞ്ച് ഉപയോഗിച്ചാൽ നമുക്ക് എങ്ങനെ ഇത് സാധാരണ ഇൻജക്ഷൻ വെക്കുന്ന സിറിഞ്ചാണ് 20 ml. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് 20-40 അറിയില്ല ML സിറിഞ്ച് അതിട്ട് നമുക്കത് വലിച്ചു നോക്കാം. 10ന്റെ ഒരു റിംഗ് സ്പാനറും പിന്നെ ഒരു സിറിഞ്ച് പിന്നെ ഇതുപോലെ ഒരു പൈപ്പാണ് നമുക്ക് ഇതിനാകെ വേണ്ടത്. അപ്പൊ നമ്മളിവിടെ തന്നെ ഇതിന്റെ എയർ സ്ക്രൂ ഉണ്ടല്ലോ, ഇതിനകത്ത് വരുന്ന എയർ സ്ക്രൂ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ലൂസ് ആക്കണം. ആ സമയത്ത് നമുക്ക് ഇതിന് ഓയിൽ ഇട്ടുന്നത് കാണാം. അതിന് ഇത് അങ്ങോട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത ശേഷം നമ്മൾ ഈ സിറിഞ്ച് നമ്മൾ നേരെ ഇതിനകത്ത് പിടിപ്പിക്കാം. ഇതിങ്ങനെ പിടിപ്പിച്ച ശേഷം നമ്മൾ ഇതിൽ നിന്ന് നദി കാണിക്കുന്ന പോലെ ഇങ്ങനെ വലിക്കാം. അപ്പൊ ഇതിൽ ഇങ്ങനെ ഉണ്ടോ വേസ്റ്റ് ഓയിൽ ഇങ്ങനെ പൊങ്ങുന്നത് നമുക്ക് കാണാം. കണ്ടില്ലേ? ഇങ്ങനെ കാണാം. അത് നമ്മൾ നേരെ ഇങ്ങനത്തെ ഒരു കുപ്പി എടുക്കുക. ആ കുപ്പിക്ക് നമ്മളിങ്ങനെ ഒഴിക്കാം. ഇതാണ് ഡാമേജ് ആയിട്ടുള്ള ഓയിലിന്റെ കളർ കണ്ടില്ലേ? ഇതിങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കാം. അഗൈൻ വീണ്ടും നമ്മൾ ഇതിങ്ങനെ വലിക്കാം. കണ്ടോ? ഡാമേജ് ആയ ഓയിൽ നമുക്കിങ്ങനെ കിട്ടുന്നതാണ്. ഇതിന് നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു വർക്കാണിത്. ഒരു 30,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ആർക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു പണി തന്നെയാണ്. ഇങ്ങനെ വലിക്കുക, ഒരു പ്രാവശ്യം കൂടി വലിക്കുക. ഇതിങ്ങനെ വലിക്കുക, ഇങ്ങനെ വലിക്കുക. അങ്ങനെ ഇത് 4 വീലിലും ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഒരു ഏകദേശം ഒരു 100-150 ml ഒക്കെ പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഓയിൽ പൊട്ടിച്ച ശേഷം നമ്മൾ വീണ്ടും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ കുറഞ്ഞു പോകാൻ പാടില്ല. ഇവിടെ ഓയിൽ കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ആ പ്രോസസ്സ് തുറന്നു പോയിട്ട് ഇതിൽ ഓയിൽ വൈറ്റ് കളർ വരുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് തുറക്കണം. ഇപ്പോൾ നമ്മൾ പുതിയ ഓയിൽ ഒഴിച്ചത് ഇനിയിപ്പോൾ ഇവിടെ വരും. അപ്പോഴേ നമ്മൾ നിർത്താൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ 4 വീലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രേക്ക് ഓയിൽ ഫുൾ റീപ്ലേസ്മെന്റ് ആയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.